ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പെട്ടെന്നുണ്ടാക്കുന്ന സാമ്പാർ എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകി കുക്കറിൽ 2 ഗ്ലാസ് വെള്ളം വെച്ചായിരുന്നു. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇടാം. തിളച്ച വെള്ളത്തിൽ അത് ഒരു 1/4 വേവാകുമ്പോഴാണ് അരിഞ്ഞ് വയ്ക്കുന്നത് ഇതിലിടേണ്ടത്. ഇപ്പം ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് കുഴക്കൊട്ടയാണ്, ഞാനൊന്ന് കാണിച്ചത്. എൻ്റെ റെസിപ്പി ഞാൻ ഇടാം. അപ്പോൾ പരിപ്പ് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഈ അരിഞ്ഞ് വെച്ചത് ഒരു കായ, നേരത്തെ ഞാൻ കാണിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, അത് ഗിയാന്ന് പറയും ഹിന്ദിയിൽ. അത് മുരിങ്ങക്കായ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, 2 സവാള, ഇത്രയും സാധനം ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേറെ ചേരുവകളും ചേർക്കാം. അപ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 അടി 2 വിസിൽ വരുന്നവർ. അപ്പോൾ നമുക്ക് 2-3 കറിവേപ്പിലയും കൂടെ ഞാനിടും. അത് ഞാൻ ദിവസവും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ നമുക്കതിനായിട്ട് മസാല ഒരു 1/2 സ്പൂൺ ഉലുവ, 1 സ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു ശകല എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് വഴറ്റി ഒന്ന് ഫ്രൈഡ് ആകുമ്പോൾ ഒരു 4-5 വറ്റൽമുളകും കൂടെ ഫ്രൈ ആക്കി എടുക്കണം. നല്ല പൊടിയുന്ന രീതിയിൽ ഫ്രൈ ആക്കണം. ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ആകുമ്പോൾ അതങ്ങ് നിർത്താം. അതിലേക്ക് ഒരു സ്പൂണ് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കും. ഇതാണ് ഞാൻ തനിയെ പൊടിച്ചെടുക്കുന്ന സാമ്പാർ മസാലയാണിത്. ഇത്രയും നല്ലതായിട്ട് ഫ്രൈ ആകുമ്പോൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തീ കുറച്ചിട്ട് ഫ്രൈ ആക്കി ഇടും. എന്നിട്ട് നമ്മൾ ജാറിൽ പൊടിച്ച് വയ്ക്കും, മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കഷ്ണം വെന്തിരിക്കുന്ന തണുക്കുമ്പോൾ പണ്ടമുളക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് കുറച്ച് നേരം ചെറിയ തീയിൽ ഫ്രൈ ആക്കി ഇടും. ഫ്രൈ ആയി കഴിയുമ്പോൾ ഒരു ശകലം കളറിന് വേണ്ടി, മസാലയ്ക്ക് ഒരു കളർ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും. അത്രയും. പിന്നെ നമ്മൾ എല്ലാം ജാറിലോട്ടിട്ട് ഒന്ന് പൗഡറാക്കി എടുക്കണം. പിന്നെ അതിനകത്ത് താളിക്കാനായിട്ട്, അപ്പോൾ താളിച്ചാണ് ഞാൻ ഈ മസാല അതിലിട്ടെന്നുകൊണ്ട് ഒന്ന് പച്ചക്കെടുത്തിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു, കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുവിട്ടു, ഉള്ളി അരിഞ്ഞ് വെച്ചത് അതിനകത്തോട്ടിടണം. കറിവേപ്പില ഇട്ട് നല്ലതായിട്ട് വഴന്ന് വരുമ്പോൾ ഈ മസാലപ്പൊടി അതിനകത്ത് ഞാൻ മിക്സ് ചെയ്യും. ഒരുപാട് തീ വേണ്ട, ലൈറ്റായിട്ട്. ഒന്നാമത് ഓൾറെഡി ഫ്രൈഡ് ആണത്. അപ്പോൾ നമ്മളൊന്ന് ഇതാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ മസാല, സാമ്പാർ മസാല ഞാൻ തയ്യാറാക്കിയ മസാലയാണ്. ഇതിനകത്ത് കായപ്പൊടിയും കൂടെ ഇടാം. കായപ്പൊടി ഇടാൻ ഞാൻ ആ സമയത്ത് മറന്നു. അപ്പോൾ ഈ സാമ്പാറിലേക്കാണ് ഞാൻ ഇപ്രാവശ്യം കായപ്പൊടി ചേർത്തത്. അപ്പോൾ നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ കുറുകനയാവും. നല്ല പരിപ്പെല്ലാം വെന്തുടഞ്ഞ് വരുന്നിട്ടുണ്ട്. അപ്പോൾ തിളക്കട്ടെ, പിന്നെയാണ് ഞാൻ അതിനകത്ത് കായപ്പൊടി ചേർത്തത്. എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. അറിയാൻ വയ്യാത്തവർ, അറിയാവുന്നവർക്ക് ഓക്കെ. പക്ഷേ ഈ രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാമ്പാറിൻ്റെ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം ചേർക്കാം. താങ്ക് യു.